ഈ രാജ്യത്ത് ചില കണക്കുകൾ അനിയത്തി എന്തോ ചില കണക്കുകളും ജനങ്ങളുടെ വേദനയും ഞാൻ കണക്കുകളൊന്നും പറയുന്നില്ല സഹോ. ഏറ്റവും അവസാനം 5 തെരഞ്ഞെടുപ്പ് നടന്നു. നിങ്ങൾക്കറിയോ? 5-ൽ BJP ഭരിക്കുന്ന 2 സംസ്ഥാനങ്ങൾ. ആ 2 സംസ്ഥാനങ്ങൾ കൂടുതൽ ഊർജത്തോടെ BJPക്ക് നൽകിയപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ ഭരിച്ച നിങ്ങൾ ഈ പറഞ്ഞ കണക്കുകളൊന്നുമില്ലാത്ത 3 സ്റ്റേറ്റുകൾ, കേരളം ഉൾപ്പെടെ, ഭരണകൂടം ചെയ്ത കുൽസിത പ്രവർത്തനങ്ങളോട് അടങ്ങാത്ത രോഷം അവർ പ്രകടിപ്പിച്ചതിൻ്റെ ഫലവും സാക്ഷ്യപ്പെടുത്തുകയാണ്. ഞാനിവിടെ താങ്കളോട് പറയുന്നത്, നമുക്ക് കോടതികളെയും ഒക്കെ വെറുതെ വിടാം, നിങ്ങളതൊക്കെ മാറ്റിവെക്കൂ. ജനാധിപത്യ സംവിധാനത്തിൽ വിധികർത്താക്കൾ ജനങ്ങളാണ്. 2 സീറ്റുകൾ കൊണ്ട് BJP ഇന്നത്തെ അവസ്ഥയിലെത്തിയത് ഒരു ഭരണകൂടത്തിൻ്റെയോ പത്രത്തിൻ്റെയോ പിന്തുണ കൊണ്ടല്ല, ഒരാളുടെയും സഹകരണത്തോടെയല്ല. ഞങ്ങൾ ഈ ജൻസി മൂവ്മെൻറ്റിനെ ഭയക്കാത്തത്, ഞാൻ അടിവരയിട്ട് പറയുന്നു സഹോദരി, ഇന്ത്യ രാജ്യത്ത് ഓരോ ബൂത്തുകളിലും 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും 365 ദിവസവും കണ്ണിൽ എണ്ണയൊഴിച്ച് കൃഷ്ണമണിയെപ്പോലെ ഈ രാജ്യത്തെ ജനാധിപത്യവും യുവതയെയും കാത്തു സൂക്ഷിക്കുന്ന ഒരു സംഘടനാ സംവിധാനം നമുക്കുള്ളത് കൊണ്ടാണ്. അത് കയ്യിലുള്ളിടത്തോളം കാലം ഞങ്ങൾ ഇവരെ ഭയക്കില്ല. ഞാൻ ഉദാഹരണസഹിതം വ്യക്തമാക്കാം. എന്റെ സുഹൃത്ത് പറഞ്ഞു മെഹ്വാനിയെ കുറിച്ച്, BJP അങ്ങ് തകർക്കാൻ വേണ്ടി ഒരുപാട് പേർ. സാർ, നിങ്ങൾ സംസാരിച്ച ഒരക്ഷരം ഞാൻ മിണ്ടിയില്ലല്ലോ. ഒരു മര്യാദ ജനാധിപത്യത്തിൽ സഹിഷ്ണുതയാണ്. മറന്നു, അതുകൊണ്ട് അതാ കടലാസ് പണ ഞാൻ തരാം. നിങ്ങൾക്ക് ചോദ്യം ഒരു പക്ഷേ BJPക്കെതിരെ വലിയ പൊലിപ്പിച്ചു വന്ന സാധനമാണ് ആം ആദ്മി പാർട്ടി. ആ ചെറുപ്പക്കാർ എന്നെ പറയാൻ സമ്മതിക്കാൻ, ആ ചെറുപ്പക്കാർ മരിച്ചു മണ്ണടിഞ്ഞു പോയിട്ടില്ല. ആ ചെറുപ്പക്കാരി ഇന്ന് എവിടെയാണ്? തെറ്റിദ്ധരിക്കപ്പെട്ട വഴിമാറ്റപ്പെട്ട യുവത കാര്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ മാതിയിലേക്ക് വന്നു. നേരത്തെ പറഞ്ഞു മെഹ്വാനിയെ കുറിച്ച്, അതിപ്പോ എവിടെയാ ഉള്ളത്? നോക്കൂ, രാഘവ് ചദ്ദ നമുക്കെതിരെ അങ്ങ് വലിയ പൊലിപ്പിച്ചു കൊണ്ടുവന്ന. ഇനി ഈ അജണ്ടയെ കുറിച്ച് എന്തെങ്കിലും ഒറ്റ കാര്യം എസ്കേൻ അറിയുമോ? അടുത്ത വർഷം പഞ്ചാബ് ഇലക്ഷനാ. 20 വർഷത്തേക്ക് പാർട്ടി മാറുന്നവരെ അയോഗ്യരാക്കിയാൽ അതിന്റെ ബെനിഫിഷ്യറി ആരായിരിക്കും? ഇത് കൊണ്ടുവന്ന ആൾ ഈ രാജ്യത്തെ ചെറുപ്പക്കാരോട് ചർച്ച ചെയ്തിട്ടല്ല, മറിച്ച് അദ്ദേഹം പരാജയപ്പെട്ട AAPയുടെ മീഡിയ കൺട്രോളർ ആയിരുന്നു. അതൊരു ഡിമാൻഡ്, അതൊരു സാറ്റൈറിക്കൽ മാനിഫെസ്റ്റോ പോയിന്റ്.